നിങ്ങൾക്കുണ്ടോ ഇതുപോലത്തെ ഒരു കൂട്ടുകാരൻ? ഞാനൊരു വോയിസ് കേൾപ്പിച്ചു തരാം. ആ വോയിസ് അവൻ ജനുവരി 2-ാം തീയതി, അതായത് 2026 ജനുവരി 2-ാം തീയതി അവൻ അയച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇപ്പോഴാണ് അത് കാണുന്നത് കേട്ടോ. വോയിസ് കേട്ടപ്പോൾ അവൻ്റെ വോയിസിൽ അവസാനം അവൻ അവരൊരു കാര്യം പറയുന്നുണ്ട്, വളരെ മുത്തേ നീ എന്നുള്ള. ആ ഒരു വളരെ മുത്തേ നീ എന്നുള്ളത് അവൻ്റെ മനസ്സറിഞ്ഞ് പറഞ്ഞത് കേട്ടോ. അത് എൻ്റെ മനസ്സിൽ എനിക്ക് തട്ടിപ്പോയി. ഇത് നമ്മൾക്കറിയുന്ന ഋഷാദ് തന്നെയാണോ? എനിക്ക് ഡൗട്ടുണ്ട് കേട്ടോ. പൊളിക്കും മച്ചാനെ, നീ പൊളിക്ക്, നീ വളർന്നു വരണം. ഭയങ്കര ഒരു സുഖം ഉണ്ടാക്കിയത്. ഇല്ല, എനിക്ക് പറയാനുള്ളത്, ഞാൻ ഏറ്റവും നല്ല സന്തോഷമായിട്ടോ. എനിക്ക് അവൻ്റെ ഒരു വാക്കുന്നത് നല്ല സന്തോഷമായി. പണ്ട് ഒരാളൊരു അഡ്വൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമില്ല, നമ്മളെ പരിഗണിക്കുന്നവർ ഇഷ്ടംപോലെ ആൾക്കാർ നമ്മുടെ ചുറ്റുപാടുണ്ടാവും. നമ്മൾ അവരെ നല്ല രീതിക്ക് നല്ല ആത്മാർത്ഥമായിട്ട് പരിഗണിക്കാൻ നോക്കുക. ആത്മാർത്ഥമായിട്ട് പരിഗണിക്കുന്നവരുണ്ടെന്ന് നമുക്ക് ഫീൽ ചെയ്യുമല്ലോ, അവരെ നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മുടെ കടപ്പാട് നമ്മൾ ചെയ്തു കൊടുക്കണം. അതുപോലെ തന്നെ നമുക്ക് പരിഗണന കിട്ടാത്ത സ്ഥലങ്ങളിൽ നമ്മൾ വലിഞ്ഞു പോയിട്ട് ചോദിച്ച് വാങ്ങരുത്. നമുക്ക് പെയിൻഫുള്ളായിട്ടുള്ള കുറേ മെമ്മറീസ് ഉണ്ടാക്കി തരുമെന്നുള്ളൂ.